നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നമുക്ക് മാർക്കറ്റിൽ അവധിയായിരുന്നു. ചൊവ്വാഴ്ച വളരെയധികം നെഗറ്റിവിറ്റിയിൽ തന്നെയാണ് നമ്മുടെ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത്. നമ്മൾ തൊട്ട് മുൻപുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ച്. നിഫ്റ്റിയിൽ കഴിഞ്ഞ വീക്ക്ലി ക്യാൻഡിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലായിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെയും ആ ഒരു അനാലിസിസിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്ക് വരാം. അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്ന കുറച്ച് വാർത്തകളിൽ മുഖ്യമായിട്ടുള്ളത് പല കമ്പനികളുടെയും Q2 ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ Q2 ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചെറിയ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വലിയ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നിഫ്റ്റി 50 കമ്പനികൾ 2026 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ മന്ദഗതിയിലുള്ള വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഈ വാർത്ത പറയുന്നു. വലിയ കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റിൽ 15.7% വർധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റുള്ള കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ 20.4% വർധനവും വന്നിരിക്കുന്നു. ഇനി സെയിൽസിലേക്ക് വന്നാൽ വലിയ കമ്പനികൾ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ 6.3% വളർച്ചയാണ് Q2 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റ് കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ 6.8% വിൽപ്പന വളർച്ച കാണിക്കുന്നു. പ്രവർത്തന ലാഭ വളർച്ച നോക്കിയാൽ വലിയ കമ്പനികൾക്ക് 18.4% വളർച്ച കാണിക്കുമ്പോൾ മറ്റുള്ള 653 കമ്പനികൾ 20.3% വർധനവാണ് ഇപ്പോൾ പ്രവർത്തന ലാഭ വളർച്ചയിൽ കാണുന്നത്. ഇനി ഇതിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ FMCG, IT കമ്പനികളാണ് ഇപ്പോൾ ഈ റിസൾട്ടുകൾ പുറത്തു വന്നതിൽ പിന്നോക്കം നിൽക്കുന്ന കുറച്ച് മേഖലകളായിട്ട് വരുന്നത്. ഇനി മികച്ച പ്രകടനം കാഴ്ചവെച്ച മേഖലകൾ ലോഹങ്ങൾ, ഉപഭോക്തൃ ഡ്യൂറബിൾസ്, എണ്ണ വിൽപ്പന കമ്പനികൾ തുടങ്ങിയവയാണ്. ഇനി പ്രത്യേകമായി പബ്ലിക് സെക്ടർ കമ്പനികളുടെ റിസൾട്ടുകൾ ഒന്ന് അവലോകനം ചെയ്യാം. 2026 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ അറ്റാദായം 1.5% കുറയുകയാണ് ഉണ്ടായത്. റീറ്റെയിൽ, കൃഷി, MSME വായ്പകൾ എന്നിവ കാരണം വായ്പ വളർച്ച വർഷം തോറും 11.7% വർദ്ധിച്ചു. ട്രഷറി വരുമാനത്തിലെ ദുർബലതയും കുറഞ്ഞ വീണ്ടെടുക്കലും മൂലമാണ് ലാഭം കുറഞ്ഞത്. മറ്റൊരു വാർത്തയിലേക്ക് വരാം. 2026 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ജിയോയേക്കാൾ ശക്തമായിട്ടുള്ള പ്രവർത്തന ലിവറേജ് എയർടെൽ കാണിച്ചു. മൊബൈൽ സേവനങ്ങളിൽ നിന്നുള്ള വരുമാന വളർച്ച എയർടെലിന് ലാഭ നേട്ടത്തിനായി കൂടുതൽ കാര്യക്ഷമമായി മാറി. ഈ പാദത്തിൽ എയർടെലിന്റെ പ്രവർത്തന പ്രകടനം ജിയോയേക്കാൾ മുന്നിലാണെന്ന് വിശാല വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എയർടെലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണിത്. അടുത്തതായി, പുതുക്കിയ പദ്ധതികൾ പ്രകാരം MSME കയറ്റുമതികൾക്ക് 2 മുതൽ 3.5% വരെ പലിശ ഇളവ് നൽകാൻ സർക്കാർ പദ്ധതിയിടുന്നു. വിലയിരുത്തിയ ആവശ്യങ്ങൾ അനുസരിച്ച് മേഖലാടിസ്ഥാനത്തിൽ പിന്തുണ വ്യത്യാസപ്പെടും. എല്ലാ കയറ്റുമതിക്കാരെയും ലക്ഷ്യം വെക്കാതെ MSME കയറ്റുമതിക്കാരെ മാത്രം പദ്ധതി ലക്ഷ്യമിടുന്നുള്ളൂ. ഇപ്പോഴത്തെ ഇത്തരത്തിലൊരു തീരുമാനത്തിനുള്ള കാരണം 50% അധിക US താരിഫുകളെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത്. അടുത്തതായി US വിപണിയിലേക്ക്. US ഓഹരികൾ ബുധനാഴ്ച വീണ്ടും ഉയർന്നു. ടെക് ഓഹരികളിലെ മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറഞ്ഞതാണ് ഇന്നലെ വീണ്ടും നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത്. ശക്തമായിട്ടുള്ള വരുമാനവും പോസിറ്റീവ് സാമ്പത്തിക ഡാറ്റയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. 3 പ്രധാനപ്പെട്ട US സൂചികളും ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ടെക്, മൊമെന്റം ഓഹരികളിലാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ടെക് സൈഡിൽ ഇൻഫോസിസ് 0.74% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.94% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.13% ഇടിഞ്ഞപ്പോൾ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.56% ഇടിഞ്ഞു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 25,785 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 80 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് സാധ്യത കാണുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 1.24% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 0.83% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി യൂറോപ്യൻ വിപണികളിലേക്കാണ്. ഇന്നലെ പോസിറ്റീവിലാണ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്യുന്നത്. ഇനി ബിറ്റ് കോയിനിലേക്ക് വന്നാൽ ഒരു ഇടിവിന് ശേഷം വീണ്ടും ഒരു റിക്കവറി നമുക്ക് ഇന്ന് രാവിലെ ബിറ്റ് കോയിനിൽ കാണാനുണ്ട്. 3% നേട്ടത്തിൽ $103,000 ട്രേഡ് ചെയ്യുന്നത്. എത്തർ 6.5% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക് വരാം. ഇന്നലെ ഏകദേശം 1.2% നേട്ടത്തിലാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 89,080 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. ആഗോളതലത്തിൽ എണ്ണയുടെ അമിത വില ഉയരുമെന്ന ആശങ്കകൾ മൂലം ബുധനാഴ്ച എണ്ണവില 1%-ലധികം ഇടിഞ്ഞു. എന്നാൽ ഇന്ധനത്തിനായുള്ള ശക്തമായ US ഡിമാൻഡിനെ കുറിച്ചുള്ള സൂചനകൾ കാണിക്കുന്ന ഡാറ്റ നഷ്ടം പരിമിതപ്പെടുത്തുകയുണ്ടായി. ബ്രന്റ് WTI ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണുള്ളത്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തൊട്ട് മുകളിലെ നമ്പറിൽ
3 മാസത്തേക്ക് 1299 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതും 55% ഡിസ്കൗണ്ടോട് കൂടി നല്ലൊരു ഓഫർ കൂടി ഇപ്പോൾ നിലവിലുണ്ട്. എല്ലാവരും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക, എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റുകളെല്ലാം നമ്മൾ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലും കൂടാതെ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ചാനലുകളിലെല്ലാം കൊടുക്കാറുണ്ട്. ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതായി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. പുറത്തു വന്ന ക്വാർട്ടർലി റിസൾട്ടുകളിലേക്ക് വരാം. ആദ്യം ഗ്രാസിം ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റിൽ 11.6% വർധനമാണ് രേഖപ്പെടുത്തിയത്. 804.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 26% വർധനവ് വന്നിരിക്കുന്നു. 9610.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. അടുത്ത പേടിഎം എന്ന കമ്പനിയാണ്. പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 21 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 928 കോടി രൂപയാണ് ലാഭമായിട്ട് റിപ്പോർട്ട് ചെയ്ത്. വലിയൊരു ഇടിവാണ് ഇപ്പോൾ പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. പക്ഷേ റവന്യൂവിൽ 24.2% വർധനവ് വന്നു. 2061 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ എന്ന കമ്പനിയാണ്. ലോസ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. 2582.1 കോടി രൂപയിലാണ് ലോസ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 986.7 കോടി രൂപ മാത്രമായിരുന്നു നഷ്ടമായിട്ടുണ്ടായിരുന്നത്. റവന്യൂവിൽ 9.3% വർധനവ് വന്നിരിക്കുന്നു. എബിറ്റയിൽ 54.2% ഇടിവും രേഖപ്പെടുത്തി. അടുത്തതായി ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 23.1% വർധനവ് വന്നു. 654.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 3.7% വർധനവ് വന്നു. 4840.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഇന്ത്യൻ ഹോട്ടൽ കമ്പനി എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 48.6% ഇടിവ് വന്നു. 284.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.8% വർധനവ് വന്നു. 2040.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. അടുത്തത് ഡൽഹി വെറി എന്ന കമ്പനി. നെറ്റ് ലോസായി രേഖപ്പെടുത്തിയത് 50.4 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. ഇതേ കാലയളവിൽ 10.2 കോടി രൂപ ലാഭത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 16.9% വർധനവ് വന്നിരിക്കുന്നു. മറ്റൊരു കമ്പനി റാഡിങ്ടൺ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 23.8% വർധനവും റവന്യൂവിൽ 16.8% വർധനവും ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റിലും റവന്യൂവിലും വർധനവുണ്ടായിരിക്കുന്നു. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന കുറച്ച് കമ്പനികളുടെ പേരൊന്ന് നോക്കാം. അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ്, ലൂപ്പിൻ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ABB ഇന്ത്യ, ഓല ഇലക്ട്രിക്, UPL, സൈഡസ് ലൈഫ്, അബോട്ട് ഇന്ത്യ, ആംബർ എൻ്റർപ്രൈസ്, അമർരാജ ബാറ്ററീസ്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, ചോളമണ്ഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി, ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ്, കുമിൻസ് ഇന്ത്യ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഹെക്സാവെയർ ടെക്നോളജീസ്, മാൻകൈൻ ഫാർമ, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ആത്വിക് ഗ്രീൻ എനർജി, സ്മാർട്ട് വർക്ക്സ് കോ വർക്കിംഗ് സ്പേസസ് തുടങ്ങിയവയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്ക്. FIAs ചൊവ്വാഴ്ച 1067 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 1203 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. ചൊവ്വാഴ്ച വലിയൊരു ഇടിവിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 25,598 166 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നെഗറ്റീവ് ക്യാൻഡിലുകൾ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിലുകളായിരുന്നു നിഫ്റ്റിയിൽ ഫോം ആയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ഒരു നെഗറ്റിവിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച ഫോം ചെയ്ത ക്യാൻഡിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു റിവേഴ്സൽ നമുക്ക് കാണാൻ കഴിയും എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞതാണ്. അത് വീക്ക്ലി ചാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി മാത്രമല്ല ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്സൈഡിൽ നമ്മളൊരു ഡബിൾ ടോപ്പ് ഫോർമേഷൻ ഫോം ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അതിൻ്റെ നെക്ക് പോയിൻറ്റും നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ആഴ്ച കഴിയാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 25,600 സ്ട്രൈക്കിൽ 142% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡ് വളരെ ശക്തമാണ്. 3,354% വർധനമാണ് കാണുന്നത്. അടുത്തതായി 25,550 സ്ട്രൈക്കിൽ 77% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 2,269% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്.
25,650 സ്ട്രൈക്കിൽ 52% ഇടിവാണുള്ളത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. എന്നാൽ കോൾ സൈഡ് വളരെ ശക്തമാണ്. 1953% വർധനവ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് വളരെ ശക്തിയോടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,600-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,500-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക് 57,827-ൽ 274 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സൈഡ് വേസിലൂടെയാണ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ആഴ്ചകളായിട്ട് ഡോജി ക്യാൻഡിലുകളാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇൻസൈഡർ ബാർ ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒക്ടോബർ 23-നാണ് പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത്. അതിനുശേഷം ഇനി ഒക്ടോബർ 24-ാം തീയതിയിലെ ലോ 57,491 അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് കോഷ്യസ് ആയി ഇരിക്കേണ്ടതുണ്ട്. അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൾ ടൈം ഹൈ ലെവൽ തന്നെയാണ്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 58,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 57,500-ഉമാണ്. ഇതൊക്കെയാണ് ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.